ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെയും മാർക്കോയുടെയും മരണം ആഘോഷിക്കാനായിട്ട് കമലേശ്വരത്തെത്തുന്ന മേഘനോട് മഞ്ജുവിൻ്റെ കുഞ്ഞുകൂടി പോയി ആ കുറ്റം ഞങ്ങൾ മഹാലക്ഷ്മിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് കരുണയും ദുർഗയും കൂടി പറയുമ്പോൾ അത് കേട്ട് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് മേഘൻ. നമ്മളെ വേദനിപ്പിച്ചവരെല്ലാം മാനസികമായിട്ട് തളരണം, ദുർബലരാവണമെന്ന് പറയുന്നുണ്ട് മേഘൻ. ഇവിടെ ഞങ്ങൾ പായസം വെച്ച് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, നീ അത് കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് കണ്ണൻ്റെ ഡെഡ് ബോഡിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അവന് ഇല്ലാതായല്ലോ മോളെ, ഇനിയിപ്പോൾ ഡെഡ് ബോഡി എന്ന് വേണമെങ്കിലും വന്നോട്ടെ, ഇനി നമ്മുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഉണ്ണിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയോട് ഫിനാൻസീസിൻ്റെയും തറവാടിൻ്റെയും ഭരണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചെല്ലാം മേഘൻ പറയുന്നുണ്ട്. ശേഷം അല്ല മേഘ, ഇനി അവളെങ്ങാനും ഇതിൻ്റെ പേരിൽ കേസിന് പോവോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോയാലും നമ്മളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് തെളിയിക്കാൻ അവളുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ. മലയ്ക്ക് പോയവർ കാല് തെറ്റി കൊക്കയിൽ വീണു, അത് പോലീസ് അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റുമോ എന്നും മേഘൻ അവരോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും സാഗരം മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ കണ്ണൻ വന്നു എന്നറിയുമ്പോൾ മഹിയാണെങ്കിൽ വേഗം തന്നെ സന്തോഷത്തിൽ ഓടിച്ചെന്ന് കതക് തുറക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ നിന്നും മുടന്തൊന്നും ഇല്ലാതെ നടന്നു വരുന്ന കണ്ണനെ കണ്ട മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ കണ്ണേട്ടന് പോയപ്പോൾ മുടന്തൊന്നും ഇല്ലെന്ന് മഞ്ജുവിനോടും പറഞ്ഞു മഹി വല്ലാതെ തന്നെ സന്തോഷിക്കുന്നുണ്ട്. മഞ്ജുവിനാണെങ്കിലും അത് കണ്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ എന്താ കണ്ണേട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ മല കയറിയ എനിക്ക് അയ്യപ്പസ്വാമി ദർശനം മാത്രമല്ല എൻ്റെ ബാക്കി തളർച്ച കൂടി ഭഗവാൻ എടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ജുവിനും മഹിക്കുവാണെങ്കിൽ അവർ അത് കണ്ട് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ്. തുടർന്ന് കണ്ണേട്ടൻ മലയ്ക്ക് പോയി വരുന്നത് വരെ നെഞ്ചിൽ തീയായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവും മഹിയും മഞ്ജുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ദുർഗയും കരുണയും കൂടി ചായയിൽ മരുന്ന് കലർത്തി കൊടുത്തതും അവരത് ചെയ്തതറിഞ്ഞപ്പോൾ മഞ്ജു അത് കളഞ്ഞു എന്നും പക്ഷേ മഞ്ജുവിൻ്റെ കുഞ്ഞ് കളയാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലാണ് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും കരുണയും എന്നൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം മഹിയും മഞ്ജുവിനും കൂടി കണ്ണനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ മലയ്ക്ക് പോയി അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിച്ചത് അവരുടെ മനസ്സുകൂടി ഒന്ന് നന്നാക്കി തരണേന്നാണ്. ഇങ്ങനെ കൊടും ക്രൂരതയൊക്കെ ചിന്തിക്കുന്നവരെയാണല്ലോ ഞാൻ ഇത്രയും നാളും അമ്മ എന്ന് വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട്, സ്വന്തം പേരക്കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി അവർ മരുന്ന് മാറ്റി തന്ന കണ്ണേട്ടനെ ഇത്ര നാളും വീൽ ചെയറിൽ തളർത്തിയിട്ടതിലും അത്ഭുതമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് മഹി ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടായതുപോലെ ചില അനിഷ്ട സംഭവങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായി. എന്നെ കുറച്ച് ഗുണ്ടകൾ കൊല്ലാൻ നോക്കി, മാർക്കോ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് അവനൊരു സാധാരണ മനുഷ്യനല്ല മഹി, എന്തൊക്കെയോ പ്രത്യേകതകൾ അവനുണ്ട്. ഇപ്പോൾ ഞാനും മാർക്കോയും മരിച്ചു എന്ന് കരുതി തൻ്റെ രണ്ടാനച്ഛൻ ഉൾപ്പെടെ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ണൻ പറയുന്നുണ്ട്. സാഗർ ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണെന്നും ലോപ്പസാണ് അവനെ കൂട്ടിയിരിക്കുന്നതാണ് അവരിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നതെന്നും കണ്ണൻ പറയുമ്പോൾ ഇനി കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം കൂടി അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നും മഹി പറയുന്നുണ്ട്. ശേഷം ആ അമ്മ പറഞ്ഞത് ഇത്തവണയും ഫലിച്ചു കണ്ണേട്ടന് ദശാസന്ധിയുടെ അവസാനമാണെന്നും മല കയറുന്ന സമയത്ത് പ്രയാസപ്പെടേണ്ടി വരുമെന്ന് അമ്മ പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലെന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി അമ്മ പറഞ്ഞിരുന്നില്ലേ മഹി, നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന്, ഇനി അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മളിപ്പോൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ ഇപ്പോൾ മലയ്ക്ക് പോയി വന്നതല്ലേ ഉള്ളൂ, ഈ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, മാല ഊരി കണ്ണേട്ടൻ വ്രതം മുറിക്കണമെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഇതേ സമയം കമലേശ്വരത്താണെങ്കിൽ എല്ലാവരും പായസം കുടിച്ച് കണ്ണൻ്റെയും മാർക്കോയുടെയും മരണം ആഘോഷിക്കുന്ന സമയത്ത് തന്നെയാണ് മാർക്കോ പെരുന്നാട് CA എന്നുള്ള രീതിയിൽ മേഘനെ വിളിക്കുന്നത്. അപ്പോൾ ലോപ്പസിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ശബ്ദം മാറ്റിക്കൊണ്ട് പെരുന്നാട് CA ആണ് വിളിക്കുന്നത്. കാർത്തികേയൻ എന്നുള്ള ഒരു ഗുണ്ടയെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ മേഘൻ്റെ ആ മുഖഭാവം കാണുന്നു. ഉണ്ണിക്കും ദുർഗയ്ക്കും കരുണയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാകുന്നു.
തുടർന്ന് കാർത്തികേയൻ എന്നല്ല ഒരു ഗുണ്ടയും എനിക്ക് പരിചയമില്ല എന്ന് മേഘം പറയുമ്പോൾ അവരിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും മരിച്ച കണ്ണനെയും മാർക്കോയെയും കൊല്ലാൻ വേണ്ടിയിട്ട് നീയാണ് അവന് കൊട്ടേഷൻ കൊടുത്തത് എന്ന് അതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ സാറേ, മരിച്ച കണ്ണൻ എൻ്റെ ബന്ധുവാണ്, പിന്നെ ഞാൻ എങ്ങനെ അവനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, സാറ് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, സാറിന് ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും തരാം, എന്നെ ഇതിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണമെന്നൊക്കെ പറയുമ്പോൾ മാർക്കോയാണെങ്കിലും അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്, അവനെ എവിടേക്കെങ്കിലും ഒന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ശരി നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൊക്കേഷന് പറഞ്ഞിട്ട് അവിടേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ മേഘൻ മാർക്കോ പറഞ്ഞു കൊടുത്ത ആ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നതും അവിടെ എത്തുന്നു. ശരിക്കും മേഘൻ ശരിക്കും പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മാർക്കോയെ കണ്ട് സാമാന്യ തെറ്റിപ്പോകുന്നുണ്ട് മേഘൻ്റെ. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മേഘൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ മാർക്കോയെ നേരിട്ട് കണ്ട് ശരിക്കും ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിൽ എത്തിപ്പോകുന്നുണ്ട് മേഘൻ. മാർക്കോയാണെങ്കിൽ അവൻ്റെ അന്ത്യം കുറിക്കണം എന്നൊരു ലക്ഷ്യം, ഇനി അവൻ ഒരിക്കൽ പോലും കണ്ണൻ്റെ നേരെ ഒരു ചെറിയ വിരൽ പോലും അനക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. തുടർന്ന് തൻ്റെ ആ വേലിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് മേഘൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കിടലൻ തിരിച്ചടി തന്നെയാണ് മാർക്കോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്